എന്നാൽ മദീന ഇരുണ്ടടഞ്ഞു പോയത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം നടന്നെന്നാണ്. സഹോദരങ്ങളെ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ അവിടുത്തെ ജീവിതം മാത്രമല്ല നമുക്ക് മാതൃക, അവിടുത്തെ മരണവും നമുക്ക് മാതൃകയാണ്. എങ്ങനെ മരിക്കണം, മരിക്കുന്ന അവസാന സമയത്ത് പോലും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത് എന്നതിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം സാക്ഷിയാണ്. അതുപോലെ നമ്മളെ പഠിപ്പിച്ചിട്ടാണ് അവിടുന്ന് പോയിട്ടുള്ളത്. സഹോദരങ്ങളെ, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു. ആമുഖമായിക്കൊണ്ട് ഞാൻ ഓതി വെച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാലങ്ങൾക്ക് മുൻപ് തന്നെ പറഞ്ഞു, നബിയേ ഇന്നക മയ്യിത്തുൻ, തീർച്ചയായും നീ മരിക്കാൻ പോകുന്ന ആളാണ്. വ ഇന്നഹും മയ്യിത്തൂൻ, നിനക്ക് മുൻപ് ഞാൻ അയച്ച പ്രവാചകന്മാർ മരിച്ചിട്ടില്ലേ? ഒരു നാൾ നിന്നെയും കാത്ത് മലക്കുൽ മൗത്തും സംഘവും വരും, അന്ന് നീ ലോകത്തോട് വിട പറയുമെന്നാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തെളിയേണ്ട പോയിന്റ് എന്താണെന്നറിയോ? ഈ ലോകത്തിലെ മഹാദുരന്തം നടന്ന ദിവസമാണത്. പ്രവാചകൻ പറയാണ്, ഇതാ അസ്വാബ അഹദുക്കും മുസീബ, കൂട്ടരെ നിങ്ങൾക്ക് എങ്ങാനും ഒരു മുസീബത്ത്, ഒരു ബുദ്ധിമുട്ട് ബാധിക്കുമ്പോൾ ഫൽയദ്കുർ മുസീബതഹു ബി, ഞാൻ കാരണം അവൻക്കുണ്ടായ മുസീബത്തിനെ കുറിച്ച് ചിന്തിക്കണം എന്നാണ്. ഫഇന്നഹ മിൻ അഅ്ളമിൽ മസാഇബി, ബുദ്ധിമുട്ടുകളുടെ കൂട്ടത്തിലും പ്രയാസങ്ങളുടെ കൂട്ടത്തിലും ദുരന്തങ്ങളുടെ കൂട്ടത്തിലും ഏറ്റവും വലുത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ വിയോഗമാണ് എന്ന. എന്ത് അങ്ങനെ പറയാനുള്ള കാരണം? അള്ളാഹിൻ്റെ റസൂൽ ഉണ്ടാകുന്ന സമയത്ത് നല്ല ഐക്യമുണ്ടായിരുന്നു അല്ലേ? മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗാനന്തരം ചിത്രതകൾ ഉടലെടുത്തു, ദുർവ്യാഖ്യാനങ്ങൾ കടന്നു വന്നു അല്ലേ? അത് വെച്ച് നോക്കുമ്പോൾ ആ ഒരു കാരണമായിക്കൊണ്ട് പല ആളുകൾക്കും ഹിദായത്ത് നഷ്ടപ്പെടുന്ന സാഹചര്യം വരെ പ്രവാചകൻ മരണം കൊണ്ടുണ്ടായെന്നാണ് സത്യം. ഏതായിരുന്നാലും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന് മുൻപ് തന്നെ ചില സൂചനകൾ നൽകിയിരുന്നെന്ന് കാണാൻ കഴിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തേതും അവസാനത്തേതുമായി ഒരു ഹജ്ജാണ് നിർവഹിച്ചത്. ആ ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് അള്ളാഹിൻ്റെ റസൂല് അവിടെയുള്ള ആളുകളോട് പറഞ്ഞു വെച്ച ചില വാചകങ്ങളുണ്ട്. അയ്യുഹന്നാസ് ഇസ്മഉ ഖൗലി, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ഞാൻ പറയുന്ന വാക്കുകൾ ശരിക്ക് കേട്ടാളി. ഫഇന്നഹു ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ യൗമി ഹാദാ ഫി ഹാദൽ മൗഖിഫ്, ഇതുപോലൊരു ദിവസം ഈ സ്ഥാനത്ത് നിന്ന് ഞാൻ ഇനി പറയാൻ ഒരു പക്ഷേ അടുത്ത കൊല്ലം ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാണ്. ഇതേ സമാനമായ സംസാരം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജംറയിൽ കല്ലെറിയുന്ന സമയത്ത് നടത്തിയെന്നാണ്. ലിതഖുദു അന്നി മനാസികക്കും, കൂട്ടരെ നിങ്ങൾ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ഇന്നിൽ നിന്നും കൃത്യമായി കൊണ്ട് പഠിച്ചോളി. ഫഇന്നഹു ലാ അദ്രി ലഅല്ലി ലാ അഹജ്ജു ബഅദ ഹജ്ജത്തി ഹാദിഹി, ഈ ഹജ്ജിന് ശേഷം ഒരു പക്ഷേ ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാണ്. ഇതൊക്കെ വ്യംഗ്യമായ ചില സൂചനകൾ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബകൾക്ക് കൈമാറിയെന്നാണ്. പ്രവാചകൻ മരിക്കുന്നതിൻ്റെ അവസാനത്തെ റമദാനിൽ സാധാരണഗതിയിൽ ജിബ്രീൽ ഒരു തവണ വരും, ഒരു തവണ മുഴുവനായിക്കൊണ്ടും ഖുർആൻ കേൾക്കുമെന്നാണ്. പക്ഷെ പ്രവാചകൻ മരിക്കും തൊട്ട് മുൻപുള്ള റമദാനിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പതിവ് തെറ്റിച്ച് 2 തവണ വന്നു എന്നാണ്. പ്രവാചകൻ സാധാരണ 10 ദിവസമായിരുന്നു എഴുത്തിക്കാഫ് ഇരിക്കാറുണ്ടായിരുന്നെന്നാണ്. മരിക്കുന്ന ദിവസങ്ങൾക്ക് മുമ്പുള്ള റമദാനിൽ പ്രവാചകൻ 20 ദിവസം പ്രാർത്ഥിച്ചു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. രോഗത്തിൻ്റെ തുടക്കം, അഥവാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യരോഗിയായിട്ട് കടന്നിട്ടൊന്നുമില്ല. ഒരു 10-11 കുറച്ച് ദിവസങ്ങളാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിലേക്ക് നയിച്ച ആ ഒരു രോഗമായി കൊണ്ട് കഴിഞ്ഞുകൂടിയിട്ടുള്ളത്. സഹോദരങ്ങളെ, ആ ദിവസങ്ങളെക്കുറിച്ച് മിനിമം ലെവൽ നമ്മൾ പഠിച്ചു വെക്കണം. അള്ളാഹിൻ്റെ റസൂല് മരിക്കുന്നതിന് തൊട്ട് മുൻപ് ജീവിച്ച് തീർത്ത ചില നിമിഷങ്ങളുണ്ട്. ആ നിമിഷങ്ങളിലൂടെ നാം കടന്നു പോകണം. ഹിജറ 11 ഒരു സഫർ മാസം, ആ തുടക്കത്തിൽ ഒരു അൻസ്വാരി യുവാവിൻ്റെ ജനാസിൽ പങ്കെടുത്ത പ്രവാചകൻ തിരിച്ചു വരുമ്പോൾ അസഹ്യമായ തലവേദന പ്രവാചകർക്ക് സംഭവിക്കുകയാണ്. അസഹ്യമായ തലവേദന പ്രവാചകർക്ക് പിടികൂടി. പ്രവാചകൻ്റെ രോഗത്തിന്, മരണത്തിലേക്ക് നയിച്ച രോഗത്തിന് തുടക്കം അവിടെയാണ്. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു ചോദിക്കുന്നുണ്ട്, നാളെ ഞാൻ എവിടെയാണ്? അപ്പോൾ എല്ലാ ഭാര്യമാർക്കും പിന്നെ തീരുമാനമായി, അവർ തീരുമാനിച്ചു അയക്കണ്ടേന്. പ്രവാചകൻ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആയിഷയാണ്, അതുകൊണ്ട് നമുക്ക് എന്താക്കാം, ആയിഷക്ക് കൊടുക്കാമെന്നാണ്. അവരങ്ങനെ തീരുമാനിച്ചു. പ്രവാചകൻ്റെ മനസ്സ്, പ്രവാചകൻ എന്ന ഭർത്താവിൻ്റെ മനസ്സ് വായിച്ചിരുന്ന ഭാര്യമാരെ നമുക്കവിടെ കാണാൻ കഴിയുമെന്നാണ്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫളൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു തോളിൽ കൈയിട്ടുകൊണ്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കാൻ പോലും കഴിയാതെ അവരുടെ വീട്ടിലേക്ക് പോയി എന്നാണ്. 11 ദിവസത്തോളം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായി കിടന്നിട്ടുണ്ടെങ്കിലും ബോധപൂർവം ഒരു ദിവസം പോലും പ്രവാചകൻ ഒരു വഖത്ത് ജമാഅത്ത് പോലും ഒഴിവാക്കിയിട്ടില്ല എന്നാണ്. ചെറിയൊരു തലവേദന വരുമ്പോഴേക്കും, ചെറിയൊരു ജലദോഷം വരുമ്പോഴേക്കും, ചെറിയൊരു ഊരവേദന വരുമ്പോഴേക്കും സഹോദരങ്ങളെ, ജമാഅത്തിൻ്റെ വിഷയത്തിൽ ഒരു അഴകുടമ്പൻ സമീപനം സ്വീകരിക്കുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറാൻ പാടില്ല. അള്ളാഹിൻ്റെ റസൂൽ ജീവിച്ച് കാണിച്ചു തരികയാണ്. മരണത്തിൻ്റെ അവസാന വക്കിലേക്ക് നടക്കുന്ന പ്രവാചകൻ്റെ ഇബാദത്തിനോടുള്ള കണിശത നമുക്കവിടെ കാണാൻ കഴിയും അല്ലേ? 5 ദിവസം മുമ്പ്, പ്രവാചകൻ മരിക്കുന്നതിൻ്റെ 5 ദിവസം മുമ്പ്, ഒരു ബുധനാഴ്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ രൂപത്തിൽ തലവേദനയും വയറുവേദനയും ഒരുമിച്ച് വരികയാണ്. ഒരു ളുഹറിൻ്റെ സമയമാകുമ്പോൾ പ്രവാചകൻ വന്ന് തലയിൽ വെള്ളം ഒഴിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്, തലവേദന ശമിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്വഹാബാക്കൾ വന്ന് പ്രവാചകൻ്റെ തലയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഒരല്പ ശമനം കിട്ടിയപ്പോൾ പ്രവാചകൻ നേരെ മിമ്പറിലേക്ക് കിടക്കുകയാണ്. മിമ്പറിലേക്ക് കടന്നു വരികയാണ്. പ്രവാചകൻക്ക് ഒന്ന് എണീറ്റ് നിൽക്കാൻ പോലുമുള്ള ആരോഗ്യമില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജലസ അലൽ മിമ്പർ,
ആ മിമ്പറിന്മേൽ പതിവ് തെറ്റിച്ചിരുന്നു. നിൽക്കാൻ കഴിയില്ല നമ്മുടെ റസൂലിന്. പക്ഷേ സ്വഹാബാക്കൾക്ക് അവസാനമായി കൊണ്ട് തൻ്റെ പ്രവാചകന് മനസ്സിലായത് ആ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. ഇതുവരെ 10-23 വർഷത്തെ കാലഘട്ടത്തിൽ താൻ അടിവരയിടേണ്ട വളരെ പ്രധാനപ്പെട്ട വസീയത്തുകൾ കൈമാറാൻ കിട്ടുന്ന സാഹചര്യത്തെ പ്രവാചകൻ ഉപയോഗപ്പെടുത്തുകയാണ്. പ്രവാചകൻ അവിടെ കയറി നിന്നു. എന്നിട്ട് ആദ്യം ഒരു ആമുഖം പറഞ്ഞു. എന്താ? ഇന്ന അബ്ദൻ, ഒരു അടിമക്ക് ഖയ്യറഹുല്ലാഹു ബൈന അൻ യുഅതിയഹു മിൻ സഹറത്തി ദുനിയ മാ ശാഅ വബൈന മാ ഇൻദഹു. അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ അടിമക്ക് 2 ഓപ്ഷൻ കൊടുത്തു. ഒന്ന്, ഈ ദുനിയാവിലെ പളവളപ്പാണ്, അല്ലെങ്കിൽ തൻ്റെ അരികിലുള്ളത് എടുക്കാമെന്നാണ്. അദ്ദേഹം പറഞ്ഞു ഫഖ്താറ മാ ഇൻദഹു. ആ അടിമ അള്ളാൻ്റെ അരികിലുള്ളത് സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. വ്യംഗ്യമായി സൂചിപ്പിച്ചു. ഫബക്ക അബൂബക്കർ, മിമ്പറിന് താഴെ ഇരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ വാചകം കേട്ടപ്പോൾ കരഞ്ഞു എന്നാണ്. ബാക്കിയുള്ള ആളുകൾക്കൊന്നും മനസ്സിലായില്ല. അദ്ദേഹത്തിന് മനസ്സിലായി ഫഖ്താറ മാ ഇൻദഹു എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ അരികിലേക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകാൻ നിൽക്കുകയാണ് എന്ന്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആറ്റിക്കുറുക്കിയ ചില ഉപദേശങ്ങൾ കൊടുത്തു. എന്താണെന്നറിയോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞത് ഇന്ന അക്സറ മാ അഖാഫു അലൈക്കും. കൂട്ടരെ, നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്താണെന്നറിയോ? സഹോദരൻ, അന്ന് നടത്തിയ സംസാരങ്ങൾ നമുക്കൊക്കെയും ഉള്ളതാണ്. നമ്മളോടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുള്ളത്. സ്വഹാബാക്കളെ സാക്ഷി നിർത്തി പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മാ യുഖ്രിജുല്ലാഹു ലക്കും മിൻ ബറകാത്തിൽ അർള്. അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമി ലോകത്ത് നിങ്ങൾക്ക് ബറക്കത്ത് നൽകുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. വമാ ബറക്കാത്തിൽ അർള്, എന്താണ് ബറക്കാത്തിൽ അർള് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സഹറത്തു ദുനിയ, ദുനിയാവിലെ പളവളപ്പാണ് എന്നാണ്. കാരണം ദുനിയാവ് അമിതമാകുമ്പോൾ സഹോദരങ്ങളെ ചില പ്രശ്നങ്ങളും ചില ഫിത്നകളും ഉണ്ട് എന്നതാണ്. അതുകൊണ്ട് ദുനിയാവിനെ നല്ലോണം പേടിക്കണമെന്ന് തന്നെയാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ദുനിയാവ് കിട്ടുമ്പോൾ അള്ളാൻ്റെ റസൂലിൻ്റെ അവസാനത്തെ വസിയത്ത് നമുക്ക് ഓർമ്മ വരണം. ഈ ദുനിയാവ് റബ്ബിലേക്ക് എന്നെ അടുപ്പിക്കണം, ഈ ദുനിയാവ് റബ്ബിൽ നിന്നും എന്നെ വിദൂരത്താക്കരുത് എന്നൊരു കണിശത നമുക്കുണ്ടാകണം. എങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു, കൂട്ടരെ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്നാ ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. പ്രവാചകൻ വളരെ ഗൗരവത്തിൽ കാര്യം പഠിപ്പിക്കുകയാണ്. ജൂത നസ്രാണികൾക്ക് അള്ളാഹുവിൻ്റെ ശാപം കിട്ടാനുള്ള കാരണം എന്താണെന്നറിയോ? അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറിടം ആരാധനാ ഇടമാക്കി സ്വീകരിച്ചു എന്നാണ്. സഹോദര, ആ മൊഴിമുത്തുകളെ സ്വീകരിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അധീനതയിൽ എത്ര ഖബറുകളാണ് ഉത്സവ പറമ്പായി മാറിയിട്ടുള്ളത്? എത്ര ഖബറുകളാണ് ആ രൂപത്തിലുള്ള ആരാധന നിർവഹിക്കപ്പെടുന്ന ഇടങ്ങളായിട്ടുള്ളത്? ഒരു റബീഉൽ അവ്വൽ വരുമ്പോൾ എന്തൊക്കെയോ കാട്ടിക്കുട്ടാണ്. അതിനപ്പുറത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുന്നില്ല, ഉൾക്കൊള്ളേണ്ട യാഥാർത്ഥ്യങ്ങളിലേക്ക് മനസ്സും മിഴിയും തുറക്കുന്നില്ല. അതുണ്ടാകാൻ പാടില്ല. നമ്മളൊക്കെ മനസ്സ് കൊണ്ടുനടക്കുന്ന സംഗതി ഉണ്ടാവും. വാപ്പ് മരണക്കിടക്കെ കടന്നിട്ട് എനിക്ക് തന്ന വസിയത്തുകൾ ആര് മറന്നാലും ഞാൻ മറക്കുകയില്ല എന്ന് പറയുന്ന ആളുകളാണ് നമ്മളൊക്കെ. സഹോദര, ആ ഉപ്പയേക്കാൾ ബാധ്യതയുള്ള അള്ളാഹിൻ്റെ റസൂൽ നമുക്ക് അവസാന നിമിഷങ്ങൾ നൽകിയ കൈമാറിയ വസിയത്തുകളെ നെഞ്ചേറ്റ നമുക്ക് കഴിയണം. ഖബറുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ബന്ധമില്ല. ആകെയുള്ള ബന്ധം എന്താ? സൂറു അൽ ഖുബൂറ ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ. നിങ്ങൾ ഖബറിടം സന്ദർശിക്കണം. എന്തിന്? പരലോകമോർക്കാൻ. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹ് ബിക്കുമുൽ ലാഹിഖൂൻ. ഖബറാളികളെ, നിങ്ങൾക്ക് സലാം, സമാധാനമുണ്ടാകട്ടെ നിങ്ങൾക്ക്, നിങ്ങളുടെ കൂടെ ഞങ്ങളും അധികം വൈകാതെ വന്നു ചേരുന്നവരാണ് എന്നാണ്. അത്രയേ ഉള്ളൂ ഖബറുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള ബന്ധം. അതാര് പഠിപ്പിച്ചു? മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പിന്നെ പ്രവാചകൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഒരു പ്രവാചകൻ പ്രതിക്രിയക്ക് ഒരുങ്ങാണ്. മിമ്പർ വെച്ച് പറയാണ്, ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നുകൊണ്ട് വാക്കുകൊണ്ടോ ശരീരം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇതാ ഫഹാദാ ളുഹരി ഫൽയസ്തഖിദ് മിൻഹു, ഇതാ ആ മുതുക് ഞാൻ കാണിച്ചു തരുന്നു, ആർക്കും പ്രതിക്രിയ ചെയ്യാമെന്നാണ്. അല്ലേ? ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വാക്കുകൊണ്ടൊരു ഒരു പ്രയാസം ഞാൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നെ തിരിച്ചു തല്ലാം, തിരിച്ചു പറയാം, ഒന്നും പരലോകത്തേക്ക് ബാക്കിയാക്കരുതേ എന്നാണ്. എന്താ സഹോദര അങ്ങനത്തെ ഒരു വർത്തമാനം വരാനുള്ള കാരണം? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പല ആളുകളും ഒരുപാട് പിന്നെ സൽക്രമങ്ങളുമായി കൊണ്ടുവരുമല്ലോ, പക്ഷേ ആളുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ അവൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയിട്ടുണ്ട്, അവൻ്റെ സമ്പത്ത് അപഹരിച്ചിട്ടുണ്ട്. അല്ലേ? അവനുമായി ബന്ധപ്പെട്ട പല ബന്ധങ്ങളിൽ വീഴ്ചകൾ വരുത്തിയത് കാരണം അവൻക്ക് കിട്ടേണ്ട ഹക്കുകൾ ഇവൻ്റെ നന്മയിൽ നിന്നും എടുക്കപ്പെട്ട് നാളെ മുഫ്ലിസായിക്കൊണ്ട് നരകത്തിലേക്ക് ആപതിക്കുന്നതിനെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചു. അത് പഠിപ്പിക്കുക മാത്രമല്ല, തൻ്റെ ജീവിതത്തിലും അത് ഉണ്ടാകരുതെന്ന കണിശത പ്രവാചകൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, മരണത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ ഓർത്തു വെക്കുക, നമുക്ക് മറ്റുള്ള ആളുകളുമായി കൊണ്ട് ആ നിലക്കുള്ള ബാധ്യതകൾ ഉണ്ടാകാൻ പാടില്ല. ശിഷ്യ സാമ്പത്തിക ബാധ്യത, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്നതാണ് പ്രവാചകന്റെ മരണവക്കിലെ നിമിഷങ്ങൾ നമ്മളെ തെര്യപ്പെടുത്തുന്നത്. പ്രവാചകൻ മരിക്കുന്ന 4 ദിവസങ്ങൾക്ക് മുൻപ് ഒരു വ്യാഴാഴ്ച ദിനം 4 നേരവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായിക്കൊണ്ട് നിസ്കരിച്ചു. ഇശാ നിസ്കാരത്തിന് തീരെ കഴിയണില്ല. ഇശാ നിസ്കാരമാകുമ്പോഴേക്കും പ്രവാചകൻ തുരുതുരാന്ന് ബോധം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും വരുമ്പോഴൊക്കെയും പറഞ്ഞൊരു വാചകം അസ്വല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോന്നാണ്. അല്ലേ?
മരണത്തിലേക്ക് തയ്യാറെടുപ്പ് നടക്കുമ്പോൾ പോലും നിസ്കാരത്തിൻ്റെ വിഷയം എത്ര ഗൗരവത്തിൽ ആ സഹോദര പ്രവാചകൻ കണ്ടിട്ടുള്ളത്. ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേര് പറഞ്ഞ് നിസ്കാരത്തിൽ സമയം തെറ്റിച്ചും അല്ലാതെയും ശ്രദ്ധയില്ലാതെ നമുക്ക് നിസ്കരിക്കുന്ന സാഹചര്യം നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന ശക്തമൊരു താക്കീത്, ഒരു ഓർമ്മപ്പെടുത്തൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ മരിക്കുന്നതിൻ്റെ 2 ദിവസങ്ങൾക്ക് മുൻപ് ഒരു ശനിയാഴ്ച റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യം. ചെറിയൊരു ആശ്വാസം വന്നപ്പോൾ ളുഹർ നിസ്കാരത്തിന് വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് വരികയാണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ആ സമയത്ത് ഇമാമത്ത്. പ്രവാചകന്റെ വരവ് കണ്ടപ്പോൾ അദ്ദേഹം മാറാൻ വേണ്ടി തീരുമാനിച്ചു. പ്രവാചകൻ തുടരാൻ വേണ്ടി സമ്മതിച്ചു. അങ്ങനെ ആ നമസ്കാരം പൂർത്തിയാക്കാണ്. മരണത്തിൻ്റെ തലേന്ന് ഒരു ഞായറാഴ്ച ദിവസം റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ഒരുക്കങ്ങൾ നടത്തുകയാണ്. തൻ്റെ അരികിലുണ്ടായിരുന്ന അടിമകളെ പ്രവാചകൻ മോചിപ്പിച്ചു. ആകെയുണ്ടായിരുന്ന 7 ദീനാർ അദ്ദേഹം ദാനമായി കൊടുത്തു. ആയുധങ്ങൾ മുസ്ലിങ്ങൾക്ക് കൈമാറി. അങ്ങനെ അവസാനം രാത്രിയായപ്പോൾ വിളക്കിൽ പിന്നെ ഒന്ന് എണ്ണ ഒഴിക്കാനുള്ള മൂല്യം പോലും ഇല്ലാതെ തൊട്ടടുത്തുള്ള ജൂതയിൽ നിന്നും പിന്നെ കടം വാങ്ങിയെന്നാണ്. അവരുമായി ബന്ധപ്പെട്ട ആ നിലക്കുള്ള ബന്ധം പുലർത്തിയ ആളായിരുന്നു പ്രവാചകൻ എന്ന് നമുക്ക് കാണാൻ കഴിയും. മരണത്തിൻ്റെ ദിവസം തിങ്കളാഴ്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചു തീർത്ത തൻ്റെ ദുനിയാവിൽ അവസാനത്തെ ദിവസം ഒരു തിങ്കളാഴ്ച സുബഹി നമസ്കാരത്തിൻ്റെ സമയം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കീഴിൽ സ്വഹാബ വൃന്ദം വളരെ അനുസരണയോടുകൂടെ റാഹത്തായി നിസ്കരിക്കുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൊട്ടപ്പുറത്തുള്ള മുറിയുടെ വിരിമാർ ഇങ്ങനെ മാറ്റിയിട്ട് അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചു എന്നാണ്. സന്തോഷത്തോടുകൂടെ ചിരിച്ചു എന്നാണ്. പുറപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തിന് കഴിയുന്നില്ല. അവസാനം ഒരു നിസ്കാരത്തിന് പോലും ബാക്കിയാകാതെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകദേശം ഒരു ളുഹയോടടുക്കുന്ന സമയത്ത് നമ്മളെ വിട്ടു പോവുകയാണ്. ഫാത്തിമ ബീവി അവിടേക്ക് വരുന്നുണ്ട്. ഫാത്തിമ ബീവി നെറ്റത്ത് ഉമ്മ വെക്കുന്നുണ്ട്. നെറ്റത്ത് ഉമ്മ വെക്കാൻ വേണ്ടി കുനിഞ്ഞ ഫാത്തിമയുടെ ചെവിയിൽ പ്രവാചകൻ ഒരു സ്വകാര്യം പറഞ്ഞു. ആദ്യം അവിടുന്ന് കരഞ്ഞു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പിന്നെ തൻ്റെ മകളെ ചേർത്ത് വെച്ച് ഒരു കാര്യം കൂടി പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ചിരിച്ചു എന്നാണ്. പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ആദ്യമായിക്കൊണ്ട് കരഞ്ഞത്? എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞു, ഉപ്പ ഏകദേശം പോകാൻ തീരുമാനമായിട്ടുണ്ട്, ഉപ്പാക്ക് വല്ലാത്ത പ്രയാസമുണ്ട്, ഉപ്പ അള്ളാഹുവിലേക്കുള്ള യാത്ര പിന്നെ തുടങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ ഉമ്മത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ നബി കുടുംബത്തിൽ നിന്നും ഇനി എന്നിലേക്ക് ചേർന്ന് വരുന്നത് നീയാണ് എന്നാണ്. മഹാനായ ഹസൻ ഹുസൈൻ പേരക്കുട്ടികൾ അവിടെയുണ്ട്, ഭാര്യമാരവിടെയുണ്ട്. അവർക്കൊക്കെ വേണ്ട ഉപദേശങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കാൻ പോകുന്ന അവസാന നിമിഷങ്ങൾക്കും കുടുംബത്തെ ചേർത്ത് പിടിച്ചു. അവർ അറിയേണ്ട കാര്യങ്ങൾ അടിവരയിട്ടു. ഓ അംഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ തടി മാത്രമല്ല കുടുംബത്തെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന സമയത്തും ഉറപ്പുവരുത്തുകയാണ്. സ്ഥലത്തെക്കുറിച്ചല്ല ചർച്ച, ഒഴിവാക്കി പോകുന്ന പീഡിയ റൂമുകളെ കുറിച്ചല്ല ചർച്ച, അനന്തരം എടുക്കുന്ന സ്വത്തുക്കളെ കുറിച്ചല്ല ചർച്ച, എനിക്ക് ശേഷം എന്ത് ചെയ്യുന്നതാണ് ചർച്ച. വസിയത്തുകളാണ്, ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ പൊന്നുപോലെ കൊണ്ടുനടക്കണട്ടോ മക്കളെ, ഭാര്യമാരെ എന്ന നിലക്കുള്ള ഉപദേശങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പിന്നീട് അങ്ങോട്ട് കൊടുന്നനെ പ്രവാചകന്റെ രോഗം കലശലാകുകയാണ്. പ്രവാചകന്റെ വേദന മൂർത്തിഭാവത്തിലേക്ക് എത്താണ്. അത് കണ്ടു നിൽക്കുന്ന നമ്മുടെ പിന്നെ ഫാത്തിമ ബീവി പറഞ്ഞു പോകുന്നൊരു വാക്കുണ്ട്. എന്താ? എൻ്റെ ഉപ്പാക്ക് എന്തൊരു വേദനയാണ് എന്നാണ്, എൻ്റെ ഉപ്പ അനുഭവിക്കുന്ന എന്തോ ഒരു വേദനയാണ് എന്നാണ്. അവിടെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോളെ തിരുത്തിയിട്ട് പറഞ്ഞു, മോളെ ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം, ഇന്നത്തെ ദിവസം കൂടെ ഉപ്പാക്ക് വേദന ഉള്ളൂ, അത് കഴിഞ്ഞാൽ വേദനയില്ലാത്തൊരു ലോകത്തേക്കാണ് പോകുന്നത് എന്നാണ്. സഹോദരങ്ങളെ, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് പോലും വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ അതിനേക്കാൾ വലിയ വേദനയിലേക്കാണ് പോകുന്നത്. ആ മരണം എന്നുള്ളത് വലിയ വേദനയുള്ള കാര്യമാണ്. അവസാനത്തെ നിമിഷം നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിലാണ് പ്രവാചകൻ ചെലവഴിക്കുന്നത്. അവസാന നിമിഷങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ തൻ്റെ അളിയൻ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ഒരു അറാക്കിൻ്റെ കൊള്ളി കാണുകയാണ്. പ്രവാചകൻ അതിലേക്കൊന്നിങ്ങനെ നോക്കി. പ്രവാചകന്റെ ഇഷ്ടം ആ നോട്ടത്തിൽ തന്നെ പിടിച്ചെടുത്ത മഹദിയായ മാതൃകാവരിയായ ഭാര്യയെ നമുക്കവിടെ കാണാൻ കഴിയും. ആ മഹദി ആ അറാക്കിൻ്റെ കൊള്ളിയെടുത്ത് ചമച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിസ്വാക്ക് ചെയ്തു കൊടുത്തു എന്നാണ്. അവസാനത്തെ തൻ്റെ ഭർത്താവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ പോലും കൃത്യമായി കൊണ്ട് കൊടുക്കുന്ന വിഷയത്തിൽ നമ്മുടെ ഉമ്മ വിജയിച്ചു. പ്രിയപ്പെട്ട സഹോദരിമാരെ, വല്ലാത്തൊരു പാഠമാണ് അല്ലേ? അങ്ങനെ വെള്ളം കൊണ്ട് മുഖം തടവി നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രാർത്ഥിക്കണേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി ലസക്റാത്ത് ഇന്ന ലിൽ മൗതി ലസക്റാത്ത് അല്ലാഹുമ്മ ഹബ്ബിൻ അലയ്യ സക്റാത്തിൽ മൗത്ത്. പടച്ചോനെ, മരണത്തിൻ്റെ വേദന എനിക്ക് നീ ഒന്ന് ലഘൂകരിച്ച് തരണേ എന്നാണ്. സഹോദരങ്ങളെ, അവിടെ നിന്ന് അങ്ങോട്ട് പ്രവാചകന്റെ മരണം തുടങ്ങുകയാണ്. നെറ്റിത്തടം വേർക്കുന്നുണ്ട്, നിറം മാറുന്നുണ്ട്. പ്രവാചകൻ തൻ്റെ വിരലുകൾ ആകാശത്തേക്ക് ഉയർത്തുന്നുണ്ട്. പ്രവാചകന്റെ ചുണ്ടെന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്. നമ്മുടെ ഉമ്മ ചെവി കൊടുത്തപ്പോൾ നബി ഇങ്ങനെ പറഞ്ഞു എന്നാണ്, ഉലായിക
മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലേ, അവർ ആര്? അല്ലാഹു പറഞ്ഞ റൂട്ടിൽ ജീവിച്ചവർ. ആര്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച റൂട്ടിൽ ജീവിച്ചവർ. അവർ ആരോടൊപ്പമാ? അല്ലാഹു അനുഗ്രഹിച്ച സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, അമ്പിയാക്കളുടെ കൂടെ ആയിരിക്കുമെന്ന വാചകത്തെ അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. അദ്ദേഹം വീണ്ടും പറഞ്ഞു, അല്ലാഹുമ്മ ഇഗ്ഫിർലി, പടച്ചോനെ പുറത്തു തരണേ റബ്ബേ, വർഹംനി, അല്ലാഹുവേ കരുണ കാണിക്കണേ നാഥ, വൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ, ഉന്നതനായ കൂട്ടുകാരന്റെ സമക്ഷത്തിലേക്ക് എന്നെ നീ ഉയർത്തണേ. അല്ലാഹുമ്മ റഫീഖിൽ അഅ്ലാ എന്ന് ആ വാചകം പറഞ്ഞ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വിരലുകൾ ഉയർത്തുകയാണ്. ആ വിരലുകൾ പതിയെ 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 എന്നേക്കുമായിക്കൊണ്ട് നിലച്ചു എന്നാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ഒരു ളുഹയുടെ കലശലായ സമയത്ത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞു, സ്വഹാബാക്കളുടെ നിലതെറ്റി ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഭ്രാന്തനെ പോലെയായി തീർന്നു എന്നാണ്. എൻ്റെ മുഹമ്മദ് എങ്ങാനും മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ ശിരസ് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ് ആ മരണത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ അവിടുന്ന് ആ നിലയിലേക്ക് പോകുകയാണ്. ഫാത്തിമ ബീവി അവിടെ പിന്നെ പ്രയാസപ്പെട്ട് കരഞ്ഞ് ഒരു ഭാഗത്ത് തളർന്നു കിടക്കുന്നു. ഈ രംഗത്തേക്കാണ് നമ്മുടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വരുന്നത്. സമചിത്തത വീണ്ടെടുത്ത് മിമ്പറിൽ കയറി നിന്ന് സ്വഹാബാക്കളെ ഒന്നടങ്കം അദ്ദേഹം അഭിസംബോധന ചെയ്തു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, മൻ കാന യഅ്ബുദു മുഹമ്മദ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത. കൂട്ടരെ, ആരെങ്കിലും മുഹമ്മദിനെയായിരുന്നു ആരാധിച്ചിരുന്നതെങ്കിൽ മുഹമ്മദ് നമ്മളെ വിട്ടു പോയിട്ടുണ്ട്. വമൻ കാന യഅ്ബുദുല്ലാഹ്, എന്നാൽ അല്ലാഹനെയാണ് നിങ്ങൾ ആരാധിച്ചിരുന്നതെങ്കിലോ ഫഇന്നല്ലാഹ ഹയ്യ് ഫഇന്നല്ലാഹ ഫിസ്സമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്തുണ്ട് എന്നാണ്. ലാ യമൂത് ഹയ്യുൻ ലാ യമൂത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻക്ക് മരണമില്ല. അതുകൊണ്ട് ചോദിക്കേണ്ടത് റബ്ബിനോടാണ് എന്ന. സഹോദരങ്ങളെ, മദീന കരഞ്ഞു. മദീന ഇരുണ്ടണഞ്ഞ ദിവസമായി കൊണ്ട് മാറി. മുൻഗാമികൾ വേദന കൊണ്ട് പുളഞ്ഞു. എത്രത്തോളം മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ബാങ്കൊന്ന് പൂർത്തിയാക്കാൻ പോലും കഴിയാതെ മദീന വിട്ടു പോയി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ റബീഉൽ അവ്വലാണ് അവർക്ക് പരിചയം. എന്നാൽ പിൻഗാമികൾ വന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച യഥാർത്ഥ പ്രവാചക സ്നേഹത്തിനെ കുറിച്ചോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബാധ്യതയെക്കുറിച്ചോ ലവലേശം പോലും അറിയാത്ത എന്തൊക്കെ ചില കാട്ടിക്കൂട്ടലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അറിയാത്തത് കൊണ്ടായിരിക്കാം. സഹോദരാ തിരുത്തണം. ഇന്ന് ആരവങ്ങളുടെ, ആഘോഷങ്ങളുടെ, ഭക്ഷണ വിതരണത്തിന്റെ ഒരു സമയമായി, സന്ദർഭമായി കൊണ്ടത് മാറി എന്നുള്ളത് എത്ര വലിയ വിരോധാഭാസമാണ്. സഹോദരങ്ങളെ, അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയാൻ കഴിയും, നബിദിനം അത് ബിദ്അത്താണ്, അത് പുത്തനാചാരമാണ്. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ന്യായീകരിക്കാൻ കഴിയില്ല. നമ്മൾ മനസ്സിൽ കൈവച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച് എത്രയോ കാലം സ്വഹാബാക്കൾ ജീവിച്ചു. ഒരു റബീഉൽ അവ്വലിന് പോലും ഒരാൾ പോലും എന്തെങ്കിലും ഒന്ന് ചെയ്തോ സഹോദര? ഒരിക്കലുമില്ല. എങ്കിൽ അവർക്കാർക്കും അറിയാത്തൊരു ദീൻ എങ്ങനെയാണ് ദീനാവുക? അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മൂല്യങ്ങൾ, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, അതാണ് മാനദണ്ഡം, പ്രവാചക സ്നേഹത്തിന്റെ മാനദണ്ഡം. ഇതുകൊണ്ടൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വർഗമാണെങ്കിൽ അതിന്റെ മാനദണ്ഡം അവിടുത്തെ ജീവിതത്തിലേക്ക് പറിച്ചു നടല, അള്ളാന്റെ റസൂൽ കാണിച്ചുന്ന ചര്യകളെ ഹയാത്താക്കി കൊടുക്കല, ആളുകൾ വിസ്മരിക്കുന്ന സുന്നത്തുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരല. അതല്ലാതെ എന്തെങ്കിലും പാടിയും പറഞ്ഞും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ മ്യൂസിക്കുകളും താളമേളങ്ങളും നിര്യാണിക്ക താഴെയുള്ള വസ്ത്രങ്ങളും ഷേവിംഗ് ഒക്കെ ആയിക്കൊണ്ട് ആ നിലക്ക് അന്യ ആണും പെണ്ണും ഒക്കെ ഇടകടന്നിട്ടുള്ള ആ ഒരു കാട്ടിക്കൂട്ടലുകൾ എങ്ങനെയാണ് സഹോദര ദീനാകുന്നത്? വിമർശിക്കാൻ വേണ്ടി പറയല്ല, ബോധ്യപ്പെടാൻ വേണ്ടി പറയാം. ഈ ദിവസത്തെ എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത് എന്നാണ് നമ്മൾ അറിയേണ്ടത്. പ്രവാചകൻ പഠിപ്പിച്ച അവസാന നിമിഷങ്ങൾ വസിയത്ത് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം, അത് ഹയാത്താക്കാൻ നമുക്ക് കഴിയണം. എങ്കിലേ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ആ പ്രവാചകനെ കുറിച്ച് ചോദിക്കുമ്പോൾ, പ്രവാചകന് ജന്മദിനം എന്ന് പറഞ്ഞ് DJ-ക്ക് മുമ്പിൽ തുള്ളിച്ചാടിയ ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾക്ക് ജവാബ് പറയാൻ തൗഫീഖ് നൽകണം പറഞ്ഞ് നടക്കുമോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കടമയാണെന്ന് പറഞ്ഞ് എന്തൊക്കെയോ ചില സംഗതികൾ കാട്ടിക്കൂട്ടി ഞങ്ങൾക്ക് ഖബറിൽ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് നടക്കോ? ഇല്ല. ജീവിതം അടയാളപ്പെടുത്തണം. ജീവിതത്തിൽ സുന്നത്തിന്റെ ആദർശങ്ങൾ ഉള്ളിലേക്ക് ഇറങ്ങണം. അത് പ്രവർത്തനമായി കൊണ്ടുവരണം. ഖൽബിലേക്ക് ഇറങ്ങണം പ്രവാചക സ്നേഹം. നാവിലൂടെ ഇസ്സത്തോടുകൂടെ പ്രഖ്യാപിക്കാൻ കഴിയണം പ്രവാചക സ്നേഹം. ആ പ്രവാചക സ്നേഹത്തിന്റെ ജീവിക്കുന്ന മകുടോദാഹരണങ്ങളായി നമ്മുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയണം. അവിടെയാണ് സഹോദര സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നത്. അവിടെയാണ് പ്രിയമുള്ളവരെ അള്ളാന്റെ റസൂലിന്റെ കൂടെ സ്വർഗം പങ്കിടാൻ നമുക്ക് കഴിയണത്. അവിടെയാണ് പ്രിയമുള്ളവരെ അവസാനം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച റൂട്ടിൽ അണിനിന്നതിന്റെ പേരിൽ കലിമത്തു തൗഹീദ് മനോഹരമായി കൊണ്ട് പ്രഖ്യാപിച്ച് സ്വർഗത്തിന്റെ പരിമളം ആസ്വദിച്ച് സ്വർഗത്തിൽ നിന്നുള്ള സംഘങ്ങളുടെ ആശംസകൾ ഏറ്റുവാങ്ങി മനോഹരമായി കൊണ്ട് മരിക്കാൻ നമുക്ക് കഴിയുക. അവിടെയാണ് യാഥാർത്ഥ്യമുള്ളത്, അവിടെയാണ് പ്രമാണങ്ങളുള്ളത്. പ്രമാണങ്ങളിലേക്ക് മടങ്ങുക. എന്തെങ്കിലും ആഘോഷത്തോടെ പിന്നാലെ പോകുമ്പോൾ അത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കുക. വൈകാരികതയല്ല വിശ്വാസിയുടെ ഇന്ധനം, വിവേകമാണ്, പ്രമാണമാണ്. അതിൻ്റെ കൂടെ നിൽക്കുക. ഒരു കുട്ടിയും ഉണ്ടാകില്ല കൂടെ. അന്ത്യയാത്രക്കൊരുങ്ങുമ്പോൾ ഒരാളും നമ്മുടെ കൂടെ ഇല്ല. ശരിക്കാലോചിച്ചോളി.
ഖബറിലേക്ക് ഇറക്കി വെക്കപ്പെടുന്നവരാ നമ്മൾ. അന്നത്തെ ദിവസം അർത്ഥവത്താകാൻ ഒരല്പം ചിന്തിക്കണം, മനസ്സ് തുറന്ന് ചിന്തിക്കണം, അള്ളാഹിൻ്റെ അരികിലേക്ക് ചേർന്നിരിക്കണം. കൈകൾ പൊക്കി മനസ്സ് തട്ടിയിട്ട് പ്രാർത്ഥിക്കും, പടച്ചോനെ ഞാൻ വലിയ കിതാബൊന്നും ഓതിയിട്ടില്ല, ആര് പറഞ്ഞതാ ശരിയെങ്കിൽ ആ ശരിയെ ബോധ്യപ്പെടാനുള്ള തൗഫീഖ് എനിക്ക് നൽകണേ. എനിക്ക് കൂറ് ആരോടുമല്ല, എനിക്ക് കൂറ് നിന്നോടാ, നീ പഠിപ്പിച്ച ദീനിനോടാ. അതുകൊണ്ട് പടച്ചോനെ ആ ദീന്, കറകളഞ്ഞ ദീൻ ആര് പറയുന്നതാണോ ശരി, ആ ശരിയുടെ കൂടെ നിൽക്കുവാനുള്ള തോക്കത്ത് അതെനിക്ക് നീ നൽകണേ എന്ന് മനസ്സ് തട്ടി പ്രാർത്ഥിക്കുന്ന സഹോദര, റഹ്മാനായ റബ്ബ് എവിടെയാണോ ശരി, സ്വർഗ്ഗ കവാടങ്ങൾ പറയുന്നത് ആരുടെ ഭാഗത്താണോ ശരി, നമ്മൾ അവിടെ എത്തും.